ഇപ്പോൾ ദൃശ്യ പുതിയടത്തും കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദൃശ്യ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കുട്ടിയുടെ അമ്മ ദൃശ്യക്കൊപ്പമുണ്ട്. ദൃശ്യ, സാജിദിന്റെ റിപ്പോർട്ടിംഗ് ദൃശ്യ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർമാരുടെ വാദങ്ങളും കേട്ടല്ലോ. അപ്പോൾ അമ്മയോട് ഒന്ന് ചോദിക്കുമോ, ഈ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഡോക്ടർമാർ പറയുന്നത് വീട്ടുകാരുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്. കുട്ടിക്ക് ഗുരുതരമായ മുറിവ് ഉണ്ടായിരുന്നില്ല. 25-ാം തീയതി വന്നപ്പോൾ കുട്ടി വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ചോദിക്കൂ, അമ്മയുടെ പ്രതികരണം ഒന്ന് ചോദിക്കാമോ? തീർച്ചയായും. ഈ 25-ന് നിങ്ങൾ ആശുപത്രി പോയിരുന്നല്ലോ, അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് വേദന ഉള്ള കാര്യം ഡോക്ടർമാരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അത് വേദന ഉണ്ടാവും പറഞ്ഞു. വേദന ഉണ്ടാവും. അപ്പൊ കുറച്ച് വീങ്ങിയിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു അത് കുഴപ്പമില്ല, ഇതിന്റെയാണെന്നൊക്കെ പറഞ്ഞു. ഈ ഡോക്ടർമാർ ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചിരുന്നു. അവരതിൽ പറഞ്ഞത് 25-ന് ശേഷം നീരുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വരാൻ പറഞ്ഞിരുന്നു എന്നാണ്. 30-ന് മുന്നേ വീണ്ടും വരാൻ പറഞ്ഞില്ല. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25-ാം തീയതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ നല്ല വേദനയുണ്ട്. അപ്പൊ ഇഞ്ചക്ഷൻ ഇടാൻ പറ്റുമോ ചോദിച്ചപ്പോ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ മരുന്ന് തന്നുകൊണ്ട് ഞങ്ങൾ അയച്ചു വിട്ടു. അങ്ങനെ ഈ നീരുള്ള കാര്യവും വേദനയുള്ള കാര്യവും ഒക്കെ അറിയിച്ചിരുന്നു. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് വരാനോ അതോടെ കുട്ടിന്റെ ഇതിന്റെ ഡ്രസ്സ് മാറ്റാനോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. ക്ലീൻ ചെയ്യാനൊന്നും പറഞ്ഞൊന്നുമില്ല അവര്. അതായത് കുട്ടിക്ക് കയ്യിൽ ആ മുറിവുണ്ടായിരുന്നു, അത് വളരെ ചെറിയ മുറിവായിരുന്നു. പക്ഷെ അത് എന്താണ് നരമ്പിൽ തട്ടിയിട്ടുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ. ഡോക്ടർമാർക്കല്ലല്ലോ, അവര് പരിശോധിച്ച് നോക്കിയാലേ അവർക്ക് അറിയുള്ളൂ. പക്ഷെ അത് അവര് ചെയ്ത് നോക്കിയില്ലല്ലോ. ഒട്ടും പരിശോധിച്ചിട്ടില്ല. അവര് ഞങ്ങൾ വന്നു പോയി കെട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ അയച്ചു. പിന്നെ പിറ്റേ ദിവസം നോക്കിയില്ല, തുറന്നു നോക്കി മുറിയില് എന്തായിട്ടുണ്ടാവും, അടുത്തിട്ടുണ്ടോ, അതാ മുറി ഉണങ്ങിയോ ഒന്നും നോക്കിയില്ല. പിറ്റേ 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ 5 ദിവസം കഴിഞ്ഞിട്ട് വന്നു. 5 ദിവസം കഴിഞ്ഞിട്ടില്ല, വേദന നീര് കെട്ട് നല്ലോണം വന്നത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്, പോയത് ഹോസ്പിറ്റലിലേക്ക്. അവരെന്താ പറഞ്ഞു? അവര് പറഞ്ഞു നിങ്ങൾക്ക് ഇത്തിരി ശ്രദ്ധിച്ചുകൂടെ. അപ്പൊ ഞങ്ങള് കണ്ടത് ഇന്ന് രാവിലെയാണ്, ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ല. 29-ാം തീയതി ഞാൻ എന്റെ കുട്ടിനെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തുമായിരുന്നു. അപ്പൊ രാവിലെയാണ് കണ്ടത്. ഞാൻ രാവിലെ നോക്കുമ്പോൾ കൈയൊക്കെ വീങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവള് കെണിക്കാൻ പറ്റിണ്ടായിരുന്നില്ല, മയങ്ങി നല്ലോണം തളർന്നിട്ട് നാക്ക് സംസാരിക്കാൻ പറ്റില്ല. അവളെന്തോ പറയുമ്പോൾ നമുക്ക് വേറെ എന്തോ കേൾക്കണം. സംസാരിക്കാൻ കിട്ടാണ്ട് എണിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പൊക്കിയിട്ട് കിട്ടണ്ടേ, കുട്ടീനെ പൊക്കിയിട്ട് കിട്ടും. കുട്ടി നിൽക്കാനും പറ്റില്ല. ഞങ്ങൾ വേഗം ആറന്മുറ വേഗം അങ്ങനെ വണ്ടി വേറെ ഒന്നുമില്ലല്ലോ വന്നു. ബൈക്കിൽ തന്നെ അത്ര സ്പീഡിൽ ഞങ്ങൾ വന്നത്, ഹൈവേ കൂടെ. ഈ റിപ്പോർട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിന് നേരെ നിങ്ങളെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്ന രീതിയിലാണ്. നിങ്ങൾ പറഞ്ഞൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അവന്റെ സംരക്ഷണമല്ലേ നോക്കുള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞ നമ്മളിപ്പോ താഴ്ന്ന ജാതിയാണ്, നമ്മൾ അന്നന്ന് കൊണ്ടുവന്ന് ജീവിക്കുന്നവരാണ്. പക്ഷെ അവന്റെ ഒരു സംഭവം നടന്നതാണെങ്കിൽ അവരിപ്പോ അതിന് ഭയങ്കരമായിട്ട് ഇതാവും. പക്ഷെ നമ്മുടെ അങ്ങനെ നടക്കാനുള്ള ആളില്ല. നമ്മള് പാവപ്പെട്ടവരാണ്, ഞങ്ങള് ചെറിയ ജാതിപ്പെട്ടവരാണ്, SC ആണ് ഞങ്ങൾക്ക് നീതി എന്തായാലും കിട്ടണം, ഇത്രയും പറയാനുള്ളൂ. കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? കുഴപ്പമില്ല, വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. രാത്രി ഉറങ്ങിയിട്ടില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് ഉറങ്ങണത്. ഇന്നലെ രാത്രിയും ഇഞ്ചക്ഷൻ എടുക്കാനും ഇതിനൊക്കെ പോയി ബ്ലഡ് കയറ്റിട്ട് കേറാണ്ട് 2ാം പ്രാവശ്യം ബ്ലഡ് കയറ്റിയിട്ട് കിടക്കുകയാണ്. സർജറി വേണം. അണുബാധ ഇൻഫെക്ഷൻ കുറച്ചായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത് ക്ലീൻ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് തുന്നാൻ പറ്റുകയാണെങ്കിൽ തുന്നും അവര് ഡോക്ടർമാര്. ഇത് തന്നെയാണ് ഇവർ നേരത്തെയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ആ മുറിവ് നോക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ നൽകാനോ ശ്രമിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, കയ്യിലുള്ള എല്ലിന്റെ പൊട്ടൽ മാത്രമാണ് അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അവർ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ അന്ന് 25-ാം തീയതി പോയപ്പോ തന്നെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. എന്റെ മോൾക്ക് കൈ പോവില്ലായിരുന്നു. എന്റെ മോൾ ഇനി എന്ത് കാട്ടെന്ന് നമുക്കറിയില്ല.
അപ്പോൾ എന്തായാലും അജി ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു ചെറിയ കുട്ടിയാണ്, ഇവരുടെ കയ്യിലുണ്ടായ മുറിവ് ഡോക്ടർമാർക്കാണ് ഈ മാതാപിതാക്കളെക്കാളും കൂടുതലായി ഈ മുറിവിന്റെ കാര്യങ്ങളൊക്കെ അറിയുക. അപ്പോൾ അവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഡോക്ടർമാരുടെ വാദത്തെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളല്ല, കുട്ടിയുടെ മുറിവിന്റെ കാര്യം രക്ഷിതാക്കൾ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. ഇത് കൂടാതെ തന്നെ നീര് വരുന്ന കാര്യം രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഡോക്ടർമാരോട് ഇവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ തന്നെ അവർ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നു. അജി, യെസ്, കുട്ടിയുടെ അമ്മ ആണ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. ദൃശ്യക്കൊപ്പമാണ് കുട്ടിയുടെ അമ്മ ചേർന്നത്. സാജിദിലേക്ക് പോവുകയാണ്. സാജിദ്, നോക്കൂ, വളരെ വൈകാരികമായാണ് ആ അമ്മ പ്രതികരിച്ചതും. ഈ ഡോക്ടർമാരുടെ വാദങ്ങളെ ഇപ്പോഴും ആ അമ്മ തള്ളിക്കളയാണ്, പൂർണ്ണമായും തള്ളിക്കളയാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു വസ്തുതാപരമായ കാര്യങ്ങളല്ല എന്ന് അമ്മ വീണ്ടും പറയുകയാണ്. സാജിദ്, തീർച്ചയായും ഈ കുട്ടികളുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളും പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. എന്നാൽ ഈ കുട്ടി 25-ാം തീയതി എത്തുമ്പോൾ വേദന ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. എല്ലാ തെളിവുകളും അവരുടെ കൈവശം ഉണ്ട്, അതായത് ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ കൈവശമുണ്ട് എന്ന് ഡോക്ടർമാർ വാദിക്കുന്നു. തെളിവുകൾ എന്ന് പറഞ്ഞാൽ എക്സ്റേ, OP ചീട്ട്, മരുന്ന് എഴുതി കൊടുത്ത ഈ കുറിപ്പടി എന്നീ കാര്യങ്ങളാണ് ഈ ബന്ധുക്കളുടെ കൈവശം ഉള്ളത്. ബാക്കിയുള്ള CCTV ഉൾപ്പെടെ അവിടെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരം ഒരു ഈ കുട്ടിക്ക് കൈ മുറിച്ച് മാറ്റേണ്ട തരത്തിലുള്ള ഈ രക്ത ഓട്ടം നിലയ്ക്കുന്നു എന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. അത്തരം ഒരു പരിശോധനയും നടത്തിയില്ല. അങ്ങനെ സാധാരണഗതിയിൽ വിരലുകൾ ചലിപ്പിക്കുക, വിരലിന്റെ അഗ്രഭാഗം പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഈ ഡോപ്ലർ ചികിത്സയെല്ലാം തന്നെ ഈ വലിയ തോതിൽ നീര് വരുമ്പോഴും മറ്റുമാണ് ചെയ്യാറുള്ളത്. ഈ എന്തെങ്കിലും സംശയം തോന്നുമ്പോൾ മാത്രമാണ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് വലത് കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് എന്താണ് കാരണമെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം. തങ്ങൾ ശാസ്ത്രീയവും വളരെ മികച്ചതുമായി ചികിത്സ നൽകി എന്ന് ഡോക്ടർമാർ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. അജി, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ